Hi guys, good morning. Welcome to my YouTube channel Simple Dream World. ഇന്ന് നമ്മൾ ടൂർ പോകാൻ വേണ്ടി ചെയ്യുന്നതാണ്. റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉള്ളാളത്തിലേക്ക് പോകുന്നത് ആദ്യ ട്രെയിനിൽ പോകുന്നത് ഇപ്പോൾ നമ്മൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാ അനുകുട്ടി നല്ല റെഡി ആയിട്ട് നിൽക്കുന്നത്. അനുകുട്ടി കൊച്ചു ബാഗിലോട്ട് നിന്ന് ഇങ്ങനെ റെഡി ആവാൻ ഇങ്ങനെ പോകാൻ വേണ്ടി നമ്മൾ ആരേക്കാലാൻ പോയി ഇറങ്ങും. ഇതാ അപ്പോൾ റെഡിയാക്കുന്നുണ്ട് ബാഗെല്ലാം. ഇതാ ഇത് നമ്മുടെ ബാഗ് ശില്പിച്ച് റെഡി ആയിട്ടുണ്ട്. പിങ്കി ചേച്ചി ആടിയുണ്ട്, മമ്മി ഇടുണ്ട്. മായച്ചേട്ടനും ഫാമിലി ആടുന്ന് ഇപ്പോൾ വരണത്ര അവർ ഇടാൻ കുറച്ച് കഴിയുമ്പോൾ വരും. മോണിട്ടൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ടിക്കറ്റ് എടുത്ത് അമ്മ ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചാകുമ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങണ്ടേ എല്ലാവരും ബാഗിൽ പക്ഷേ എല്ലാവരും ഷോൾഡറിൽ ബാഗുണ്ട്. അമ്മമ്മയും ശില്പാമ്മയും അടിയിൽ നിന്ന് നടക്കുന്നത്. ഇനി മഹേഷ് മാമനും ചീമാമയും മൊന്നും അനുവലും വരണത്ര. ഉണ്ണിയേട്ടനല്ലേ. ഇതാ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അതായത് എല്ലാവരും ഉണ്ട്. ഇതാ സീമേച്ചി എല്ലാം ടീം എത്തി. ഇതാ പിങ്കിയുണ്ട്, പൊന്നുണ്ട്, അപ്പുണ്ട്, മമ്മിയുണ്ട്, അനുണ്ട്, ശില്പിച്ചുണ്ട്. എന്നാൽ നമ്മളെ 2 ബംഗാളീസ് വരുന്നുണ്ട്, മോനോട്ടൻ്റെ ഉണ്ണി. ഇനി മഹേഷേട്ടൻ വരുന്നത്ര മഹേഷേട്ടൻ അവിടെ കാർ പാർക്കാക്കാൻ ചെയ്യാൻ പോയിട്ടുണ്ട്. ഗൈസ് ഇതാ നമ്മുടെ സ്റ്റേഷനിലേക്ക് എത്തി. വെയിറ്റിംഗ് ഫോർ ട്രെയിൻ 6:40 വരും. മഹേഷേട്ടൻ ഇപ്പോൾ വരണത്ര. മഹേഷേട്ടൻ വന്നിച്ച കൊച്ചേട്ടൻ എല്ലായിടം ഉള്ളാലും നമ്മളെ കൂട്ടാൻ വരും എന്ന് പറഞ്ഞു. ഗൈസ് ട്രെയിൻ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ട്രെയിൻ കയറിയിട്ട് നമ്മളിപ്പോൾ പോകും. ഗൈസ് നമ്മൾ ട്രെയിനിൽ കയറി. മമ്മിയുടെ ഇരിക്കുന്നുണ്ട്. പിങ്കി ഉണ്ട്, അനു ഉണ്ട്, ശില്പ ഗൈസ് നമ്മൾ പോയിട്ട് ഇരുന്നിട്ട് മാച്ചേട്ടൻ ഫാമിലി അപ്പുറം ഭാഗമാണെന്ന് ഇരുന്നിട്ട് അതിന് ഞാൻ ഉള്ളാളെത്തിയ ശേഷം ബാക്കിയുള്ളത് കഴിക്കാം. ഇതാ ഗൈസ് നമ്മൾ ഇത്ര ആളുണ്ട്. ടോട്ടൽ നമ്മൾ കുറേ 20-25 മെമ്പേഴ്സ് ഉണ്ട് പോകുന്നത്. കൊച്ചേട്ടൻ ബസ് എടുത്തിട്ട് വരുന്നതാണ്. നമ്മുടെ ട്രെയിൻ പോയി വിട്ടു. ഇങ്ങനെ അങ്ങോട്ട് നടക്കണം. ബസ് ആ സൈഡിലാണ് ഉള്ളത്. ബാക്കിലുണ്ട്. ഈ റോഡ് സ്ട്രീറ്റ് നടന്നിട്ട് മതി. കൊച്ചേട്ടൻ കൂട്ടാൻ വന്നിട്ടുണ്ട്. ബാക്കിലുണ്ട്, സംസാരിക്കുന്നുണ്ട്. വണ്ടി സൈഡിലെടുക്കും. ഇതാണ് നമ്മുടെ ഫാമിലി മൊത്തം. ഇത്ര നാരായണീൻ്റെ മക്കൾ എല്ലാം. ഇതിൽ എൻ്റെ മോൻ സോണും അശോകേട്ടൻ മാത്രം ഇല്ല. അതിന് വീടേച്ചിൻ്റെ ഫാമിലി എല്ലാം വരുന്നത്. എന്താ ഗൈസ് ആ നീല ടീഷർട്ട് ഇട്ടതാണ് എൻ്റെ കൊച്ചിട്ട്. നമ്മളെ കൂട്ടാൻ വന്നത് ബസ്. ഇതാണ് ബസ്, നമ്മളെ കൂട്ടാൻ വന്ന ബസ്. ഈ ബസ്സിലാണ് നമ്മൾ ടൂർ വന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇത്ര ആളായതുകൊണ്ട് നമ്മൾ പിന്നെ 2 ഓട്ടം ആക്കേണ്ടി വരില്ലേ. അതുകൊണ്ട് ബസ്സിൽ വന്നിട്ട് ഈ ബസ്സിലാണ് നമ്മൾ ടൂർ പോകും. ഇപ്പോൾ ഈ ബസ്സിൽ നമ്മൾ നേരെ വീണേച്ചിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഈ ബസ് എല്ലാവരും ബസ്സിൽ കയറില്ലേ. ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ വീണേച്ചിൻ്റെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങലായി. വീണേച്ചിൻ്റെ വീട് ഗൈസ്. ഇതാ എല്ലാവരും ഇറങ്ങലായി. ഇതാ നമ്മൾ ത്രിദീപ്. ഹായ് ത്രിദീപ്. ഗൈസ് ഇതാണ് വീണേച്ചിൻ്റെ വീട്, ശിവാനിയിൽ. ഞാനിവിടെ ഫസ്റ്റ് ടൈം വരുന്നത്. ഹായ് ഗൈസ്. ഗൈസ് വിനീച്ചിൻ്റെ വീട്ടിൽ നമുക്ക് ഇഡ്ഡലിയും ചമ്മന്തിയും ചായയും ഉണ്ട്. എല്ലാവരും ചായ കുടിക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും അടിയുണ്ട്. അങ്ങനെ നല്ല സ്പോഞ്ചി ഇഡ്ഡലി, 2 ടൈപ്പ് ചട്നി. എങ്കിൽ എങ്ങനെയുണ്ട് സിമേജി? അടിപൊളിയല്ലേ. ചിപ്പുക്കുട്ട ടൈപ്പ് പോയി. അപ്പോൾ ചായ അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. ഇനിയിപ്പോൾ ഇറങ്ങലായി. എനിക്ക് ബസ്സിലെല്ലാം കയറി കൊച്ചിട്ടുണ്ട്.
ഇപ്പം എല്ലാം ഷൂ ഇടുന്ന തിരക്കിലാണോ വിനീച്ചി അവിടെയുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബസ്സിൽ പോയിട്ട് നമ്മൾ റിസോർട്ടിൻ്റെ പേരെന്ത് വിനീച്ചി? റിസോർട്ടിൻ്റെ പേരെന്ത്? ആ ഓക്കെ, പ്രശ്നമില്ല. കൂർഗിലാണ് പോകുന്നത്. 3 മണിക്കൂർ ഇവിടുന്ന് പോകണം. ഓക്കെ, കോട്ടേജ് ഇവിടുന്ന് 3 മണിക്കൂർ ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഇവിടുന്ന് ബസ്സിൽ 3 മണിക്കൂർ ഇരിക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ബസ്സിലിരുന്നു. ഇനി നമ്മൾ കൂർഗ് റിസോർട്ടിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുന്നതാണ്. എല്ലാവരും ഉണ്ട്. ടോട്ടൽ 21 മെമ്പേഴ്സ് ഉണ്ട് നമ്മൾ. ഗൈസ് അമ്പലമുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ 3 മണിക്കൂർ പോകണം. അപ്പം നമ്മൾ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പാട്ടെല്ലാം വെക്കും. ചായ കുടിച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഇപ്പോൾ പോകുന്നത്. കുറേ വെള്ളവും കുപ്പിയെല്ലാം എടുത്തിന്. आग लगा दे मेरी फायर लिसन करे तो करे जब तक हम झूठी लायर काला काला चश्मा झटका तेरे मुखड़े पे जैसे काला धोती जगह तेरे चिन पे नहीं अदाओं से ज्यादा नहीं तो 10 बार लड़के तो मार ही देती होगी तो दिन में छत पर कर हम बलगी और न होनी वे बलगी और न होनी वे बलगी और न होनी तो बंदा बिल्कुल बेसी है मैं कित जीना तो छोड़ी वे और मैं पैट हो गई हूं मुंडिया सुन सुन के तेरे दुखने वो मैनू काला चश्मा ओ मैनू लड़कों के दिलों में तू आग लगा दे मेरी फायर ಮೂಟ ಮೂಟ ಅಂದ ಚಂದ ಕಿತ್ತಿ ತೀಡಿ ಇವನಿದಂತ ಕಮ್ಮನು ಕೊಟ್ಟ ಭೂಮಿಗೆ ಬಿಟ್ಟ ನಾನು ತುಂಬ ಒಳ್ಳೆ ಹುಡುಗ ನನ್ನ ತಲೆ ಕೆಡಿಸದಂತ ಎದುರಲ್ಲಿ ಬಿಟ್ಟ ಪ್ರೀತಿಯ ನೆಟ್ಟ tumati chuti sabe tumtari chupu nurike undadu kasepu askamanam tinu kamena mai marupu chitane tinu venana nani parakulasa ni kalalaki chesa neetu samvayasuga vikasa nasalu kugesa nee gundeku chesa nee rakatundam siddham chesa kutanda kutante monuante kuchana kutante kodani pichi patante jigaru petante vayaram modi petante gorinda petante swamiki mukkulu
మరి సరసున చేరే వస్తుగా పెంచాలి కొసరే కొసరే చూడాలి ఆలోచించు ఎందుకు పుట్టిందో పుట్టింది ఓదు అంటే పుట్టింది దానిని పిచ్చి పట్టింది పేరు పెట్టింది వయ్యారం మూడి పెట్టింది కోరిక పెట్టింది కట్టింది చుట్టేసుకొని 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 स्टेजवरती विकलो की कहाणी स्टेजवरती विकलो की कहाणी पाठ मराठी मी गाडीवर फिरताना कहाणी मी गाडीवर फिरताना कहाणी तांबडी तांबडी चमकते उन्हात तांबडी तांबडी चमकते उन्हात तांबडी तांबडी चमकते उन्हात तांबडी तांबडी चमकते उन्हात जब से मिला तेरा साया भाया मुझे हर बार तू ऐसा शर्माना तुझे नच के दिखा मेरा हो जाए तुम पर गिरार तुझे अभियों में अपने बसा अपने फिर दिखा ഗൈസ് ഈ സ്ഥലത്തിൻ്റെ പേരെന്ത്? മടിക്കരി കുറുക്. ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇടക്കുറുകിലെത്തി നമ്മൾ എല്ലാവരും നടത്തിച്ച് പോകുന്നുണ്ട്. ബസ്സങ്ങാടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ 21 മെമ്പേഴ്സ് ഉണ്ട് പോകുന്നത്. മമ്മിയും കാറിൽ പോയി. അവർ മറ്റേ റിസോർട്ടിൻ്റെ ആൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ കാറിൽ മമ്മീനെ കൂട്ടിയിട്ട് പോയി. ബാക്കി നമ്മൾ എല്ലാവരും ഇടുന്ന് നടന്നിട്ട് പോകുന്നതാണ്. നല്ല തണുത്ത കാറ്റ് ഗൈസ്. ഞാൻ നടന്നാണ് നമ്മൾ പോകുന്നത്. വൈബാക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് 1 മണിയായി. ഡേക്കിൻ്റെ സമയം. സ്ലോപ്പിംഗ് എല്ലാവരും ടയേർഡായി പോയി ഗൈസ്. ക്ഷീണം പിടിക്കുന്നുണ്ട്. നടന്നിച്ച് നല്ല കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്.
ഗൈസ് മാങ്ങ പറിക്കുന്നുണ്ട് മാങ്ങ. ആരോട് മോനോട്ടരോട് പറഞ്ഞത് കാട്ടിൽ വീണതാ. എല്ലാരും വൈബാക്കുന്നത് വൈബ്. കണ്ടോ എല്ലാം ഉണ്ട് ഗൈസ്, കണ്ടോ മൗണ്ടൻസ് എല്ലാം. ഗൈസ് നമ്മ എത്തലൈ റിസോർട്ട് ഇട്ടതാ. കാലാവസ്ഥ എല്ലാം കണ്ടു, നല്ല തണുപ്പ് ഗേറ്റ്. വെയിലായതുകൊണ്ട് ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല കേട്ടോ ഗൈസ്. ലഗേജ് എടുത്തിട്ട് നടക്കാൻ കഴിഞ്ഞില്ല ഗൈസ്. ഇതാ നമ്മൾ റിസോർട്ട് എത്തി ഗൈസ്, റിസോർട്ട് എത്തി. അയ്യോ ഊഞ്ഞാലെല്ലാം ഉണ്ട്. ഓ മമ്മി അവിടെ ഇരുന്നു. ഇതാ വെള്ളച്ചാട്ടം, വെള്ളമുണ്ട്, വെള്ളം കണ്ടോ ഗൈസ്, വെള്ളം കണ്ടോ ഗൈസ്. ഇവിടെ ഒരു ഷെഡിൽ ഇരുന്നിട്ടുണ്ടല്ലോ ഗൈസ്. വ്യൂ നോക്കൂ, വ്യൂ അടിപൊളി വ്യൂ ആണ്, ഫുൾ കാട്. പിള്ളേരെല്ലാം ഊഞ്ഞാലാടുന്നുണ്ട്. കുഞ്ഞി കൂക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ മൊത്തം ഇത് നാളെ ഉച്ച വരെ നമുക്കാണ്. ഇപ്പം നമ്മൾ 1 മണിക്ക് എത്തിയത്, നാളെ ഉച്ച 1 മണി വരെ ഇതെല്ലാം മൊത്തം നമുക്കാണ്. അപ്പോൾ നാളെ 1 മണി വരെ ഉച്ച വരെ നമ്മൾ മജ്ജാക്കും. ഇനിയിപ്പോൾ നമ്മുടെ റൂമിലേക്ക് പോകാം. റൂം കാണിക്കാം, റൂമിലേക്ക് നമുക്ക് പോകട്ടെ. റൂം പോകുന്ന വഴി കാണിക്കാം. നമ്മളിപ്പോൾ അപ്പോൾ നമുക്കിടാം. നിങ്ങൾ മായച്ചേട്ടൻ ഫാമിലി ഒരു റൂമിലിരുന്നു. നമ്മ ഇടാം ഒരു ഫാമിലി. നമ്മുടെ ത്രിദീപ് ഉണ്ട്. ത്രിദീപ് യാ നമസ്തേ നമസ്തേ. ഗൈസ് ഇത് നമ്മുടെ വില്ലയാണ്, ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ വില്ലയാണ്. അപ്പോൾ ചെറുപ്പൽ ഊരുന്നുണ്ട്. ഉണ്ണി എന്താ വരുന്നത്, ഉണ്ണീൻ്റെ റൂമിലേക്ക് അപ്പുറം നിങ്ങളുടെ റൂം അപ്പുറം. ഇത് നമ്മുടെ റൂമാണ് ഗൈസ്, ഞാൻ കാണിച്ചു തരാം നമ്മുടെ റൂം. ഇതാ നമുക്കിതാ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇതാ ഗൈസ് അല്ല സ്വിമ്മിംഗ് പൂൾ. പിന്നെ വൈകുന്നേരമാകുമ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കും. എന്താ നമ്മളെ ചിങ്കുടൂടു ചിങ്കുയുടെ ചെരുപ്പെല്ലാം ഉരിച്ച് വെക്കുന്നുണ്ട്. ഇതെല്ലാം ചെരുപ്പ് സെക്ഷൻ വെച്ചത്. ഇതാണ് നമ്മളെ റൂം സെറ്റപ്പ്. കണ്ടോ ഗൈസ്, നല്ല അടിപൊളിയാണ്. പിങ്കി ചേച്ചിയുടെ റെഡിയാകുന്നുണ്ട്, ശില്പ ചേച്ചി റെഡിയാണ്. ഓ അപ്പോൾ കട്ടൽമ കിടന്നു. അന്നും കയറി, മമ്മിയും വാഷ്റൂം പോയിട്ട് വന്നു. ഞങ്ങൾ റൂമിൽ പോയിട്ട് ഫ്രഷല്ലായി. ഞാൻ ബാക്കിയില്ല ഏട്ടന്മാരെ റൂംസ് എല്ലാം നോക്കട്ടെ. ബാക്കി നാനി ചേച്ചിൻ്റെ എല്ലാം റൂംസ് എല്ലാം നോക്കട്ടെ. ഇതാ മമ്മിയും ശില്പേച്ചിയും നോക്കുന്നുണ്ട് കൂത്തോട്ട്. ഇതാ ഇവിടെയാണ് സ്വിമ്മിംഗ് പൂൾ ഗൈസ്. വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂളിൽ കളിക്കും. ഇവിടെ ഒരു റൂമുണ്ട്, ഓരോരാൾ. ഇവിടെ ഒരു റൂം, ഇവിടെ ഒരു വില്ല, എല്ലായിടത്തും ഓരോരോ വില്ലയുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ബെഞ്ചിൽ വിശ്രമിക്കുന്നുണ്ട്. ഫോട്ടോ സ്ഥലത്ത് ഇപ്പോൾ നമ്മൾ ലഞ്ച് ടൈമാണ്. ലഞ്ചെല്ലാം നമ്മളിപ്പോൾ ലഞ്ച് ചെയ്യും. പിങ്കി ചേച്ചി വന്നു. പിങ്കി അതിനുണ്ടേ സ്ഥലം അടിപൊളി. നമ്മൾ ഈ റിസോർട്ട് ആദ്യമായിട്ട് വന്നതല്ലേ? റിസോർട്ടിൽ ആദ്യമായിട്ടാണ്, സ്ഥലത്ത് 3ാമത്തെ പ്രാവശ്യം. ഈ നല്ല വ്യൂസ് എല്ലാം ഉണ്ട് ഗൈസ്, നല്ല വ്യൂ ഉണ്ട്. ഞാനൊന്ന് ഊഞ്ഞാലാടാൻ പോകുന്നു ഗൈസ്. ഇതാ ഓ സിംപ്ലി സ്വിമ്മിംഗ് പൂളിൽ പോലെയാ. അതെ സ്വിമ്മിംഗ് പൂൾ. ഒരു പഴം വീഡിയോ എടുക്കുന്ന പറയുമ്പോൾ എല്ലാവരും എണിച്ചു. ഒന്ന് ആയാക്കേടാ
ഊഞ്ഞാലാട് ആടാട് പാമ്പേ എൻ്റെ 3 ഏട്ടത്തിയമ്മമാർ ആടുന്നുണ്ട്. അവരുടെ മക്കളുണ്ട്. ശില്പേ ഇങ്ങോട്ട് നോക്ക്. കണ്ടോ? ഞാൻ ഫസ്റ്റ് നമ്പർ പറയുമ്പോ കൈ പോക്കാളെ. ഞാൻ എൻ്റെ ഫസ്റ്റ് ഏട്ടത്തിയമ്മ, സെക്കൻഡ് ഏട്ടത്തിയമ്മ, തേർഡ് ഏട്ടത്തിയമ്മ, ഫസ്റ്റ് ഏട്ടത്തിയമ്മന്റെ മോള്, സെക്കൻഡ് ഏട്ടത്തിയമ്മന്റെ മോള്. മഞ്ഞു കുട്ടനാട് ഊഞ്ഞാലാടുന്നുണ്ട്. ഒന്ന് മിണ്ടാൻ തുടങ്ങിയിട്ടാ, സംസാരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് നോക്കാം. ചാടി മോളോ അമ്മോ അമ്മൂട്ടി ഒരു മുട്ടായി തരുമോ? ഇല്ല അമ്മൂട്ടി അത് HDI ആയിക്കോ. ഓ നക്ക് ഞാൻ ഊഞ്ഞാലാടുന്നുണ്ട്. മിഠായി തിന്നുകൊണ്ട് ഞാൻ തിങ്കേറെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ശില്പേച്ചും സിമേച്ചുണ്ട്. അപ്പോൾ ഞാൻ കൂച്ചില്ല ചൊടിയാണ് ബാക്കി എല്ലാവരും എന്താ ആടിയുണ്ട്. പൊന്നും അന്നും ഊഞ്ഞാലാടുന്നുണ്ട്. മോനൂട്ടനും പിങ്കി ഇവിടെ ഫോട്ടോ എടുക്കുന്ന കളിയിലാണ്. ഗൈസ് ഇപ്പോൾ ലഞ്ച് ടൈം. അപ്പോൾ നമുക്ക് റൈസ്, സാമ്പാർ, രസം, മോര്, ചിക്കൻ കറി, ക്യാബേജ് വരവ്, അച്ചാറ്, ചപ്പാത്തി ഉണ്ട്. ഞാൻ ചപ്പാത്തി വാങ്ങിച്ചതാ. ശില്പേച്ചി ബേക്കുന്നുണ്ട്, സീമേച്ചിയും ബേക്കുന്നുണ്ട്. സീമേച്ചി ബാക്കി എല്ലാവരും എന്താ ക്യൂ പലിക്കുന്നുണ്ട്. അവിടെ നിന്ന് ചോറ് കൊടുക്കുന്നത്. മമ്മിയെല്ലാം അവിടെ അടിയുണ്ട്, ബേക്കുന്നുണ്ട്. ഓ വേണ്ട ചപ്പാത്തി വേണ്ട ഞങ്ങൾക്ക്. ഗൈസ് പിള്ളേരെല്ലാം ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്നുണ്ട്. ഷവറെല്ലാം വീഴുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മളെല്ലാം പോണത്ര. പിള്ളേരെല്ലാം ഇവിടെ സ്വിമ്മിംഗ് പൂളിൽ കളിക്കുന്നുണ്ട്. കൊച്ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. കൊഞ്ഞോ സ്വിമ്മിങ് ചെയ്യുന്നുണ്ട്. ഫൗണ്ടൻ ഉണ്ട് ഇവിടെ. ബിഞ്ച് ജ്യൂസും ചക്ലി കഴിക്കുന്നത്. വറുത്ത് കഴിച്ചിട്ട് വളർത്ത് കഴിച്ചിട്ട് സ്വിമ്മിംഗ് പൂളിൽ കഴിച്ചിട്ട് സ്ട്രോങ് ആയിട്ട് സ്വിമ്മിംഗ് പൂളിൽ കഴിച്ചു ആയിട്ടിപ്പോൾ മിൻറ്റ് ജ്യൂസും ടൊമാറ്റോ ചക്ലിയാണ് ഫുൾ ചെണ്ട്. എല്ലാവരും ഡ്രസ് ചെയ്യുന്നത്. ഞങ്ങൾ ഡ്രസ് ചെയ്യാൻ ബാക്കി നായി പോകുന്നുണ്ട്. ഗൈസ് അപ്പോൾ ഞങ്ങളിപ്പോൾ സ്വിമ്മിംഗ് പൂളെല്ലാം കഴിഞ്ഞിട്ട് ശേഷം ചായ എല്ലാം കുടിച്ചതിന് ശേഷം ഇപ്പോൾ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ജ്യൂസ് കുടിച്ചതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ ഹൗസിൽ കളിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര കുറേ ആളുണ്ട് ഹൗസിൽ കളിക്കാൻ വേണ്ടി. നിങ്ങളുടെ പേരെന്ത്? ഇവരത് സന്തു. അങ്ങനെ കുറേ അല്ല. ശില്പിച്ച് വെള്ളം കുടിക്കുന്നുണ്ട്. എങ്ങനെയാണ് സ്വിമ്മിംഗ് പൂളിൽ എൻജോയ് ചെയ്തു? ഗെയിം പോണോ? ഞാൻ പോകുന്നില്ല കേട്ടോ, ഞാൻ മതി. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഹൗസിൽ കളിക്കാൻ വേണ്ടി പോകുന്നത്. വെള്ളം പറഞ്ഞാൽ ഇവിടെ ഭയങ്കര തണുപ്പാണ്. എന്ത് തണുപ്പ്! ഇങ്ങനെ ഇതായിപ്പോയി. ക്ലോറിൻ വെള്ളമല്ലേ. അപ്പോൾ പിന്നെ ആദ്യം തലക്ക് കുളിക്കേണ്ടി വരും. ഗൈസ് ഇപ്പോൾ വൈകുന്നേരം എത്ര മണിയായി? എടാ മണി എത്രയായി? 5:55. ഇതാ ഇട്ട് വ്യൂസ് കണ്ടോ ഗൈസ്? എല്ലാം നല്ല മഞ്ഞ് ഇങ്ങനെ വീണിട്ടാണ്. നല്ല രസമുണ്ട്. ഫുള്ള് നമ്മ ഇവിടെ ഓസി കളിക്കുന്നത് ഗൈസ്. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടു മഴ ഇങ്ങനെ നല്ലോണം പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഹൗസിൽ കളിക്കുന്നുണ്ട്. ഒരു കളി കഴിഞ്ഞു, തോറ്റു. 10 രൂപ പോയി. മാഷേട്ടനും ഉണ്ണി ജയിച്ചു, പിന്നെ കുറച്ചാൾ ജയിച്ചു. ഇവിടെ എല്ലാം ഗൈസ് കണ്ടോ ഈ ബെഞ്ചിലിരുന്നത്? ഇത് ലക്കി ബെഞ്ച് എന്ന് പറഞ്ഞിട്ട് മാഷേട്ടനും ജയിച്ചു, കൊച്ചേട്ടൻ ജയിച്ചു, ഉണ്ണി ജയിച്ചു. അതുകൊണ്ട് പിങ്കിയും മോനൂട്ടും ഇവിടെ വന്നിട്ട് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതെൻ്റെത്. അപ്പൊ നീ എനിക്ക് തന്നതാ? അപ്പൊ എന്റേതായി.
അയക്കടാ ഗൈസ് ഞങ്ങൾ ഹൗസിൽ കളിച്ചിട്ട് ഞാനും പിങ്കി തോറ്റു പോയിട്ട് പിങ്കിക്ക് ബേജാറാണ്. മാഷേട്ടന്റെ ടീം ഫാമിലി ഫുൾ ജയിച്ചു, കൊച്ചേട്ടന്റെ ഫാമിലിയും ജയിച്ചു, മമ്മി ഒരിക്കൽ ജയിച്ചു, ഞാനും പിങ്കി പാപ്പറായി ബേജാറായി. ശില്പയിച്ച് ജയിച്ചിട്ട, ഞാനും ജയിച്ചിട്ട. ഇപ്പൊ രാത്രി നല്ല ലൈറ്റെല്ലാം ചമ്മി ചെയ്ത് നല്ല ഡെക്കറേറ്റ് ലൈറ്റ്. ഇപ്പൊ ഇവിടെ രാത്രി നമ്മൾ ക്യാമ്പ് ഫയർ എല്ലാം ചെയ്യും, അടിപൊളിയായിട്ട്. അടിപൊളി മൊത്തം ഇടെല്ലാം ഫുള്ളി ഇഷ്ടം. നല്ല വ്യൂ ആണ്. അപ്പൊ ബൈ കൊടുക്കുന്നുണ്ട് ഗൈസ്. നമ്മ ഇപ്പൊ രാജ്യത്തൊക്കെ ഫുഡിലേക്ക് കക്കരിക്ക, ക്യാരറ്റ് എല്ലാം ഉണ്ട്. പിന്നെ കബാബ് അവിടെ റെഡിയാക്കുന്നുണ്ട്. അവിടെ കബാബ് റെഡിയാക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് കട്ടിക്സെല്ലാം കഴിഞ്ഞു. ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്നെ കുറച്ച് കഴിയുമ്പോൾ ക്യാമ്പ് ഫയർ കഴിക്കണം, ക്യാമ്പ് ഫയറിൽ കളിക്കണം, പിന്നെ ഫുഡ് കഴിക്കണം. പിന്നെ ബാക്കി നോക്കാം. പിന്നെ എന്തെന്നാ കണ്ടോ രാത്രിത്തെ വ്യൂ ഇടാ, അടിപൊളിയല്ലേ? അതാണ് നമ്മളെ റൂം. അടിപൊളി പാട്ടെല്ലാം വെച്ചിട്ടാണല്ലേ. അവിടെ ക്യാമ്പ് ഫയറിൻ്റെ തീയെല്ലാം റെഡി ആയിട്ടുണ്ട്. പിള്ളേരെല്ലാം എന്താ അവിടെ ഊഞ്ഞാലാടുന്നുണ്ട്. കുറച്ചാളടിയുണ്ട്, കുറച്ചാൾ അടുക്കളയിലുണ്ട്. എന്നാ കാണുന്നില്ലേ ലൈറ്റ്? വേണ്ട അധികം കൊടുക്കണ്ട ഗൈസ്. ഞാൻ കബാബ് കഴിക്കുന്നുണ്ട് കേട്ടോ. നെക്ക് പീസ് അങ്ങനത്തെ അടിപൊളി, നല്ല ടേസ്റ്റ് ഗൈസ്. നരണി കബാബ് തോന്നുന്നുണ്ട്. ബാക്കിൽ നായും ഉണ്ട് ഗൈസ്. കബാബ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നെക്സ്റ്റ് മുട്ടയാന്ന് തോന്നുന്നു. തുന്നൽ തന്നെ പണി എനിക്ക്. തിന്നു മുട്ട എൻ്റെ ഫേവറേറ്റ്. ഇവിടെ എല്ലാരും ഷെഡിന്റെ ഉള്ളില് ഗുസ്തി ഇതാ ക്യാമ്പ് ഫയർ നമ്മ തീയലാക്കി. എല്ലാം തീയല അപ്പൊ മാറുണ്ണി ഞങ്ങൾ ഇപ്പോൾ ക്യാമ്പ് ഫയർ ഡാൻസ് കളിക്കുന്നുണ്ട്. തണുപ്പായിട്ട് സഹിക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പ്. അന്ന് വയനാട് പോകുമ്പോൾ ഇത്ര തണുപ്പുണ്ടായിട്ട്, പക്ഷെ ഇപ്പൊ ഇവിടെ സഹിക്കാൻ തണുപ്പ് എപ്പോഴും ഇങ്ങനെ. അപ്പൊ പിന്നെ ഡിസംബർ മാസത്തിൽ എങ്ങനെയാവോ സഹിക്കുന്നില്ല. ഈ പ്രാവശ്യം ജാക്കറ്റ് എടുത്തിച്ച. അന്ന് വയനാട് പോയിട്ടാകുമ്പോൾ തണുപ്പില്ലാത്തതുകൊണ്ട് ജാക്കറ്റെല്ലാം കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഈട അങ്ങനെയാണ്. പക്ഷെ എല്ലാം കുടുങ്ങിപ്പോയി. ഭയങ്കര തണുപ്പ് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ്.